ഈ ദേവാലയത്തിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാതന നിധിയായി കരുതപ്പെടുന്നത് മാർബിളിൽ തീർത്ത പ്രസംഗ പീഠമാണ്. നിക്കോള പിസാന എന്ന കലാകാരനാണ് 1265 ഇത് നിർമ്മിച്ചത്. 3 വർഷങ്ങൾ കൊണ്ടാണ് ഇതിന്റെ പണി അദ്ദേഹം പൂർത്തിയാക്കിയത്. പിസാന എന്ന ശില്പിയുമായി ചേർന്ന് എഴുതിയ കരാറിന്റെ ഉടമ്പടി പത്രം ഇന്നും ഇവിടുത്തെ പുരാവസ്തു ശേഖരത്തിൽ ലഭ്യമാണ്. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്: 1 വർഷത്തിൽ 60 ദിവസം മാത്രമേ അങ്ങ് ജോലിക്ക് വരേണ്ടതുള്ളൂ. ആവശ്യം വേണ്ട വസ്തുക്കളും മറ്റും കൃത്യമായി അംഗീകരിച്ച് എത്തിച്ചു തരുന്നതാണ്. ഈ ജോലിക്ക് വേണ്ടി അങ്ങേക്ക് 8 പണവും അങ്ങയുടെ കൂടെ വരുന്ന 2 പേർക്ക് 6 പണവും ഒരു ദിവസം നൽകുന്നതാണ്. കരാറയിൽ നിന്നുള്ള മാർബിളാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത്. മധ്യകാല യൂറോപ്പിലെ ഏറ്റവും ഉന്നതമായ മഹത്തായ ശില്പമായി ഇത് പരിഗണിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാശ്ചാത്യ കലയിലെ വഴിത്തിരിവായി മാറിയതും ഈ പ്രസംഗ പീഠമാണ്. ബൈസന്റൈൻ പാരമ്പര്യത്തിലെ നിശിതവും കണിശവുമായ നിയമങ്ങൾക്ക് അതീതമായി തികച്ചും പുതിയ ഒരു തനത് ശൈലി സൃഷ്ടിക്കാൻ പാശ്ചാത്യ കലാലോകം ആരംഭിച്ചത് ഈ പ്രസംഗ പീഠത്തിന്റെ നിർമ്മാണത്തോടുകൂടിയാണ്.